നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 8 ചൊവ്വാഴ്ചയാണ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റുകളിൽ US മാർക്കറ്റിലേക്കാണ്. US മാർക്കറ്റുകൾ കനത്ത സെല്ലിങ്ങിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം 1% മുകളിൽ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. S&P വിക്സ് 17% ഇന്നലെ ഇടിഞ്ഞത്. 22.64 എന്ന ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 2 മാസത്തിന് ശേഷം 4% എന്ന മാർക്കിലേക്ക് തിരികെ എത്തി. ഓയിൽ പ്രൈസുകൾ ഇന്നലെ 3% നേട്ടമുണ്ടാക്കി. ഇപ്പോൾ ബ്രന്റ് $80 ഓഗസ്റ്റ് 26 ശേഷം ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ബ്രന്റ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ കനത്ത ഇടിവിലാണുള്ളത്. പ്രത്യേകിച്ച് ഹോങ്കോങ് മാർക്കറ്റ് 2.5% മുകളിൽ ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1%, കോസ്പി മാർക്കറ്റ് 1%-അടുത്തും നഷ്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ത്യൻ മാർക്കറ്റിന്റെയും സ്ഥിതി വ്യത്യസ്തമല്ല. നിഫ്റ്റിയിൽ ഇന്ന് നമുക്കൊരു 120 മുതൽ 130 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഈ കനത്ത സെൽ ഓഫിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഈ വീഡിയോയിൽ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയുന്നുണ്ട്. കനത്ത ഇടിവിലും വളരെ പോസിറ്റീവായ ഒരു വാർത്ത കൂടി നമ്മൾ ഈ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയുന്നുണ്ട്. നിങ്ങൾ നിർബന്ധമായും കേട്ടിരിക്കേണ്ട ഒരു വാർത്ത തന്നെയാണത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ലൈക്ക് ടാർഗറ്റായി ഫിക്സ് ചെയ്തിരിക്കുന്നത് 200 ലൈക്കുകളാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഇത്രയധികം വലിയൊരു ക്രാഷ് ഉണ്ടായത് എന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് ആദ്യം പരിശോധിക്കുന്നത്. പ്രധാനപ്പെട്ട സൂചികകളായ നിഫ്റ്റി ഏകദേശം 5% അടുത്താണ് ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ഇടിഞ്ഞത്. നിഫ്റ്റി ബാങ്ക് ഏകദേശം 5.5% മുകളിൽ ഇടിയുകയുണ്ടായി. ആദ്യത്തെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ടുള്ള ഫാക്ടർ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് തന്നെയാണ്. കഴിഞ്ഞ 6 ട്രേഡിംഗ് ദിവസങ്ങൾ കൊണ്ട് മാത്രം ക്യാഷ് മാർക്കറ്റിൽ നിന്ന് അവർ 50,000 കോടി രൂപയ്ക്ക് മുകളിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞു. ഇന്നലെയും നമുക്ക് കാണാൻ സാധിച്ചത് നിഫ്റ്റിയും എല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളും ഇടിയുന്നത് തന്നെയായിരുന്നു. ഇപ്പോൾ DISന്റെ കാര്യം എടുത്താൽ ഒറ്റ ദിവസം കൊണ്ട് അവർ ഇന്നലെ 13,245 കോടി രൂപയുടെ റെക്കോർഡ് നിക്ഷേപം നടത്തിയെങ്കിലും ഇന്നലത്തെ ഇന്ത്യൻ മാർക്കറ്റിലെ ഇടിവ് അവർക്ക് തടയാൻ കഴിഞ്ഞില്ല. ഇനി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇത്രയും വലിയൊരു സെല്ലിങ്ങിലേക്ക് പോകാനുണ്ടായ കാരണം നോക്കുകയാണെങ്കിൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഉത്തേജക നടപടികൾ കാരണം FISന്റെ ഒരു ഷിഫ്റ്റ് ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഏതായാലും ഇന്ത്യ ഒരു ഓവർ വെയ്റ്റ് സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏറെക്കുറെ കുറയ്ക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന യുദ്ധവും ജിയോ പൊളിറ്റിക്കൽ റിസ്കുകളുമാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഇടിവ് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി കാണുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട സൂചികകൾ കൂടുതൽ ഇപ്പോൾ ഏറ്റവും അധികം ബാധിക്കപ്പെട്ടിരിക്കുന്നത് ചെറുകിട, അതായത് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെയാണ്. ഇന്നലെയും വലിയ ഇടിവാണ് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സെഗ്മെന്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം വാല്യുവേഷൻ ബേസിൽ വലിയ രീതിയിൽ ഉയർന്നു തന്നെയാണ് ഈ സ്റ്റോക്കുകൾ ഉള്ളത്. ഇതുകൂടാതെ ഇന്ത്യ വിക്സ് ഇപ്പോൾ 7 ആഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയായ 15.08 ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയുള്ളത് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യൻ കമ്പനികളിൽ അറ്റാദായത്തിൽ 10% വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ തന്നെ ഓട്ടോമൊബൈൽ, IT സേവനങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, റീറ്റെയിൽ തുടങ്ങിയ മേഖലകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ലാഭത്തിൽ കുത്തനെ ഒരു ഇടിവ് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും ഈ റിപ്പോർട്ട് പറയുന്നു. കൺസ്യൂമർ സ്റ്റാപ്പിൾസ്, ക്യാപിറ്റൽ ഗുഡ്സ്, ബാങ്കുകൾ എന്നിവ ദുർബലമായ ഫലങ്ങൾ കാണിച്ചേക്കാം. നിഫ്റ്റി 50 കമ്പനികളുടെ ലാഭം വർഷാവർഷം 3.7% വർദ്ധിക്കുമെന്ന് ഈ കണക്കുകൾ കാണിക്കുന്നു. BSE 30 കമ്പനികളുടെ ലാഭം വർഷാവർഷം 5.3% ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നു. കുറഞ്ഞ അസംസ്കൃത വിലയും ഉയർന്ന വിൽപ്പന വിലയും കാരണം വാണിജ്യ വാഹന നിർമ്മാതാക്കൾ ഒഴികെയുള്ള വാഹന നിർമ്മാതാക്കൾ മികച്ച വിൽപ്പന നേടി എന്നും ഈ റിപ്പോർട്ട് പറയുന്നു. ഏതായാലും വരുന്ന ക്വാർട്ടറിൽ ഒരു മികച്ച റിസൾട്ട് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം HDFC എജു എന്ന കമ്പനിയുടെ 100% ഓഹരി വാമ സുന്ദരിക്ക് 192 കോടി രൂപയ്ക്ക് വിൽക്കാൻ HDFC ബാങ്ക് ബോർഡ് അനുമതി നൽകി. 2024 ഒക്ടോബർ 31 HDFC എജുവിന്റെ 91% ഓഹരികൾ ബാങ്ക് ആദ്യം വിൽക്കുകയും പിന്നീട് 9% 2025 ജൂൺ 30 വിൽക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. മറ്റൊരു കമ്പനി റൈറ്റ്സ് ആണ്. കമ്പനിക്ക് 44.82 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. മറ്റൊരു കമ്പനി കൊടാക് മഹീന്ദ്ര ബാങ്കാണ്. Q2 റിസൾട്ടുകൾ പരിഗണിക്കുന്നതിനായി ബാങ്ക് ഒക്ടോബർ 19 ബോർഡ് യോഗം ചേരും. മറ്റൊരു കമ്പനി റാലീസ് ഇന്ത്യയാണ്. Q2 റിസൾട്ടുകൾ പരിഗണിക്കുന്നതിനായി ഒക്ടോബർ 15 ബോർഡ് യോഗം. മറ്റൊരു കമ്പനി ടാറ്റ മോട്ടോഴ്സ് ആണ്. കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ജാഗ്വർ ലാൻഡ് റോവർ 2024 സെപ്റ്റംബറിൽ അവസാനിച്ച പാദത്തിൽ 1.03 ലക്ഷം യൂണിറ്റുകളുടെ റീറ്റെയിൽ വിൽപ്പന രേഖപ്പെടുത്തി. ഒരു വർഷം മുൻപത്തെ ഇതേ
കാലയളവിലെ അനുസരിച്ച് 3% കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Q1 ഫിനാൻഷ്യൽ ഇയർ 2025 അലുമിനിയം വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ കാരണം ഈ കാലയളവിലെ ഉൽപ്പാദനം 7% കുറഞ്ഞ് 86,000 യൂണിറ്റിലെത്തി. മൊത്ത വ്യാപാരം 10% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 87,303 യൂണിറ്റിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അടുത്തത് ഹൈടെക് പൈപ്സ് ആണ്. കമ്പനി ഒക്ടോബർ 7 QIP ആരംഭിച്ചു കഴിഞ്ഞു. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 194.98 രൂപയാണ്. അടുത്തത് പൂർവാങ്കര എന്ന കമ്പനിയാണ്. ഒരു റെസിഡൻഷ്യൽ പ്രൊജക്ട് വികസിപ്പിക്കുന്നതിനായി നോർത്ത് ബാംഗ്ലൂരിൽ 3 ഏക്കർ ഏറ്റെടുക്കുന്നതിന് കമ്പനി രേഖകളിൽ ഒപ്പിട്ടു. അടുത്തത് HEG എന്ന കമ്പനിയാണ്. ഗ്രാഫ്ടെക് ഇന്റർനാഷണലിന്റെ 8.23% ഓഹരികൾ ഏറ്റെടുക്കാൻ കമ്പനി 248.62 കോടി രൂപ നിക്ഷേപിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ IDFC ഫസ്റ്റ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബന്ധൻ ബാങ്ക്, ബിർള സോഫ്റ്റ്, GNFC, ഗ്രാനുൾസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് രാവിലെ 11:30 മുതൽ 3:30 വരെയാണ്. ചില സാങ്കേതിക കാരണങ്ങളാലാണ് ഈ ദിവസങ്ങളിൽ ലൈവ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലൈവ് ഇല്ലാത്ത ദിവസങ്ങളിലും നിങ്ങൾക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ വ്യൂസ് ലഭിക്കുന്നതിനായി സ്റ്റുഡൻസിന് തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ആർക്കെങ്കിലും ഞങ്ങളുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ കൊടുത്ത ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. ഇൻവെസ്റ്റേഴ്സിന് ഇന്നലെ നഷ്ടമായത് 9 ലക്ഷം കോടി രൂപയായിരുന്നു. 22 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനുകളിലായി ഇൻവെസ്റ്റേഴ്സിന് നഷ്ടമായത്. ഇന്നലെ നിഫ്റ്റിക്ക് 25,000 ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ല. 2 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നതും. IT സെക്ടർ ഒഴിച്ച് മറ്റെല്ലാ സെക്ടറുകളും ഇന്നലെ നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. വോളറ്റാലിറ്റി ഇൻഡെക്സ് ഇന്ത്യ വിക്സ് 7% ഇന്നലെ ഉയർന്നത്. ഇന്നലെ വലിയ ഇടിവ് നേരിട്ടത് മിഡ് ക്യാപ് ഇൻഡെക്സ് ആയിരുന്നു. 1174 പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്. നിഫ്റ്റി ബാങ്ക് 983 പോയിന്റ്സും ഇടിഞ്ഞു. ഫിനാൻഷ്യൽസ് ആണ് ഇന്നലെ നിഫ്റ്റിയെ പ്രധാനമായും ഡ്രാഗ് ചെയ്തത്. HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നിവ ഇടിഞ്ഞു. കൂടാതെ റിലയൻസ് ഇൻഡസ്ട്രീസും വലിയ നഷ്ടം തന്നെയാണ് ഇന്നലെ ഉണ്ടാക്കിയത്. അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകൾ 3 മുതൽ 4% വരെ ഇടിഞ്ഞു. അംബുജ സിമന്റ്, NDTV, അദാനി പോർട്സ് എന്നിവ 4% ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റിയിലേക്ക് 24,795 218 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി 0.87% ഇടിഞ്ഞത്. എന്നാൽ മിഡ് ക്യാപ്പ് 2%, സ്മോൾ ക്യാപ്പ് 2.75% ഇടിഞ്ഞു. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി ക്യാൻഡിൽ പരിശോധിക്കുകയാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഡേ ക്യാൻഡിൽ പരിശോധിക്കുകയാണെങ്കിലും ബിയറിഷ് ക്യാൻഡിൽസ് തന്നെയാണ് ഫോം ആവുന്നത്. ഈ ക്യാൻഡിലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 3 ബ്ലാക്ക് ക്രൗസ് പാറ്റേണിന് സമാനമായ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. ബിയറിഷ്നെസിന്റെ സൂചന തന്നെയാണ് ഇത് നല്ലവണ്ണം നൽകുന്നതും. ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള നെഗറ്റീവ് ഫാക്ടറുകൾ നോക്കുകയാണെങ്കിൽ ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷനാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മൊമെന്റം വീക്ക് ആവുന്നു എന്നത് ഒരു നെഗറ്റീവ് സൂചന തന്നെയാണ്. ഇന്നലെ നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് പോസിറ്റീവായി കാണാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം 24,750 എന്നത് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു. ആ സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു എന്നത് പോസിറ്റീവായി തന്നെ കാണാം. സെപ്റ്റംബർ മാസത്തെ ഏറ്റവും ലോ ലെവലാണ് 24,750 ലെവൽ. പക്ഷേ ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ കൂടി നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. കാരണം 24,400 മുതൽ 24,500 വരെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സോൺ തന്നെയാണ്. പ്രത്യേകിച്ച് 20 വീക്ക് EMAയും 100 ഡേ EMAയും ഉള്ളത് ഈ ഒരു സോണിലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 25,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,000 സ്ട്രൈക്കിലും അതിനുശേഷം 25,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 അതിനുശേഷം 24,500 സ്ട്രൈക്കും അതിനുശേഷം 25,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ഇതുവഴി പ്രധാനപ്പെട്ട സ്ട്രൈക്കുകൾ ഇപ്പോൾ ബിയേഴ്സിനാണോ ബുൾസിനാണോ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് കൂടി നോക്കാം. 24,800 സ്ട്രൈക്കിൽ 19% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. 582% വർധനവാണ് കോൾ സൈഡിലുള്ളത്. കുറച്ചുകൂടി ശക്തമായൊരു ഷോർട്ട് ബിൽഡപ്പാണത്. 24,750 സ്ട്രൈക്കിൽ 104% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 504% വളരെ ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിലുള്ളത്. 24,850 സ്ട്രൈക്കിൽ 39% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 578% ഒരു വളരെ ശക്തമായ ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിലുള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഇന്നലെ വലിയ ഫോളാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. 100 ഡേ EMAയ്ക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. 983 പോയിന്റ്സ് ഇടിഞ്ഞ് 50,479 ക്ലോസ് ചെയ്യുന്നത്.
ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസത്തെ ലോ ലെവലായ 50,370 താഴെയായിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ബിയറിഷ്നെസ് വർദ്ധിച്ചു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അപ്സൈഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവൽ 51,000 മുതൽ 51,250 വരെയുള്ള ലെവലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം കോൾ സൈഡിൽ ബാങ്ക് നിഫ്റ്റിയുടെ 52,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 51,500 സ്ട്രൈക്കിലും അതിനുശേഷം 52,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,000 ആണ്. അതിനുശേഷം 49,000 സ്ട്രൈക്കിലും അതിനുശേഷം 50,500 സ്ട്രൈക്കിലുമാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000 തുടർച്ചയായ മൂന്നാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഉയരുന്നത്. ഇന്നലെ 15.08 6.74% ഉയർന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 5% മുകളിലാണ് ഇന്ത്യ വിക്സ് ഉയരുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിലെ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 8,293 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIS ആവട്ടെ 13,245 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബർ 27 മുതൽ തുടർച്ചയായ സെല്ലിംഗ് ആണ് FISന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അതായത് കേവലം 6 ദിവസം കൊണ്ട് മാത്രം ഏകദേശം 50,000 കോടി രൂപയ്ക്ക് മുകളിൽ അവർ സെല്ല് ചെയ്ത് കഴിഞ്ഞു. US മാർക്കറ്റിലേക്ക് വാൾസ്ട്രീറ്റിലെ 3 പ്രധാനപ്പെട്ട സൂചികകളും ഇന്നലെ ഏകദേശം 1% മുകളിലാണ് ഇടിഞ്ഞത്. ഡൗ ജോൺസ് 1% ഇടിഞ്ഞു. S&P 500 0.96%, നാസ്ഡാക്ക് 1.18%മാണ് ഇടിഞ്ഞത്. ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഉയരുകയുണ്ടായി. US മാർക്കറ്റുകൾ ഇത്രയധികം ഇടിയാനുള്ള 2 കാരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാരണമുള്ളത് ഇനി അടുത്ത ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് നടക്കുന്നത് നവംബറിലാണ്. എന്നാൽ ഇപ്പോഴത്തെ LSEG ഡാറ്റ കാണിച്ചു തരുന്നത് 50 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ്. ഇതുകൂടാതെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം എണ്ണവിലയിൽ ചെലുത്തിയ ആഘാതങ്ങളെക്കുറിച്ചുമുള്ള ആശങ്കകളും ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇന്നലെ US മാർക്കറ്റുകൾ ഇടിയാൻ ഉണ്ടായ കാരണം. ഇന്നലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ വലിയ ഇടിവിലേക്ക് പോകാനുള്ള ഒരു കാരണം ഉണ്ടായത് ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ചോയ്സുകൾ നൽകിക്കൊണ്ട് മൊബൈൽ ആപ്പ് ബിസിനസ്സുകൾ മാറ്റം വരുത്താൻ US ജഡ്ജി ഗൂഗിളിനോട് ഉത്തരവിട്ടതോടെ തിങ്കളാഴ്ച ഗൂഗിൾ, അതുപോലെ ആമസോൺ, ആപ്പിൾ എന്നീ സ്റ്റോക്കുകൾ വലിയ രീതിയിലുള്ള ഇടിവിലേക്ക് പോയി. ഇനി CME ഫെഡ് വാച്ച് ടൂൾ കാണിച്ചു തരുന്നത് 50 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യത വെറും 14% മാത്രമാണ്. എന്നാൽ 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ 86%. ഏതായാലും ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ കാരണം US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4% മുകളിലായിട്ടാണുള്ളത്. 2 മാസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ 4%ലേക്ക് ബോണ്ട് ഈൽഡുകൾ ഉയരുന്നത്. ഇനി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏർണിംഗ് സീസൺ ഈ ആഴ്ച ആരംഭിക്കുകയാണ്. മാത്രമല്ല കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ഡാറ്റ ഈ ആഴ്ച പുറത്തു വരാനുണ്ട്. ഈ 2 ഇവൻസും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി US-ൽ S&P വിക്സ് 22.64 ഓഗസ്റ്റ് 8 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ ഇന്നലെ ഇവിടെ നേട്ടമുണ്ടാക്കിയത് ഒരേ ഒരു സെക്ടർ മാത്രമായിരുന്നു. എനർജി സെക്ടറാണ് ഇന്നലെ നേട്ടമുണ്ടാക്കിയത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ഇൻഫോസിസ് 0.53% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.78% ഇടിവിലും, ICICI ബാങ്ക് 2% ഇടിവിലും, HDFC ബാങ്ക് 2.56% ഇടിവിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി 0.78%, റിലയൻസ് ഇൻഡസ്ട്രീസ് 2%മാണ് ഇന്നലെ ഇടിഞ്ഞത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.05% നേട്ടത്തിലും S&P 500 0.14% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ഒരു മിക്സഡായ അവസ്ഥയിലാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.28% ഉയർന്നത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.09% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.46% ഉയർന്നത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.17% ഉയർന്നു. ഇന്നലെ ഹൗസ് ഹോൾഡ് ഗുഡ്സ് ആണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്, 1% ഉയർന്നു. ടെക് സ്റ്റോക്കുകൾ 0.65% ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.05% നേട്ടത്തിലും, CAC 0.08% നേട്ടത്തിലും, FTSE 0.03% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ വലിയ ഇടിവിൽ തന്നെയാണ് ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,864 എന്ന നിലയിലാണ്. 83.50 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം 120 മുതൽ 130 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന്, വലിയ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് തന്നെയാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1% മുകളിൽ ഇടിവിലാണ്.
തായ്വാൻ മാർക്കറ്റ് 0.40% ഇടിവിലും കോസ്പി മാർക്കറ്റ് 0.91% ഇടിവിലും ഹോങ്കോങ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 0.95% ഇടിവിലുമാണ് ഉള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും എന്ന വാർത്തകൾ വീണ്ടും വന്നതോടെ തിങ്കളാഴ്ച ക്രൂഡ് ഓയിൽ പ്രൈസ് 3% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ടെഹ്റാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പ്രതികാരമായി ഇറാന്റെ എണ്ണ വ്യവസായത്തെ ഇസ്രായേൽ ബാധിച്ചേക്കുമെന്ന ഭയത്തെ തുടർന്നാണ് ഇന്നലെ എണ്ണവില ഉയരാനുള്ള കാരണമുണ്ടായത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $80.80 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.32% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 26 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ബ്രന്റ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $77 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.18% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് ആണ്. അത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.